എല്ലാം വെച്ചിട്ടായിട്ട് പിടി പിടിക്കണം. അല്ല, വെച്ചുകൊണ്ടിരിക്കുക പിടി പിടിക്കണം. എന്തെല്ലാം വെക്കുന്നുണ്ട് നമ്മൾ? ഇങ്ങനെ വെക്കണം. തല തിരിച്ച് വെക്കണം. അത് എനിക്കറിയില്ല. അത് ഇതിന് അരിഞ്ഞ മുകളിൽ വെക്കുന്നു. പച്ചക്കറിയും വെക്കാം അല്ലേ? തക്കാളിക്കുള്ളത് ഇടട്ടെ. കുറച്ച് ഇത് വെച്ചാൽ ഇത് നമുക്ക് ഇതിന് പുറത്ത് വെക്കണം അല്ലേ? നവധാന്യം ഇങ്ങനെ വെക്കട്ടെ. മോനെ ഇത് കറക്റ്റ് നോക്ക്. ഓക്കെ, മോള് പൈസ എടുത്തിട്ട് മതി. അപ്പൊ ഗൈസ്, ഇപ്പോൾ സമയം ഒരു 11:45 11:45 ഞങ്ങള് കടി വെച്ചിട്ടാവണം. ഇപ്പൊ നമ്മൾ കണിയൊക്കെ വെച്ചിട്ടായി. കണിയൊക്കെ വെച്ച് പറഞ്ഞാൽ ഇത് രാവിലെ വിളക്ക് കത്തിക്കുള്ളൂ. രാവിലെ 5 മണീൻ്റെ ഉള്ളിൽ നമ്മൾ കണി കാണണം. രാവിലെ 5 മണീൻ്റെ ഉള്ളിൽ നമ്മൾ കണി കാണണം. അപ്പോൾ കുറച്ച് വേഗം എണിച്ചിട്ട് വിളക്ക് കത്തിച്ച് പിന്നെ അപ്പം നമ്മൾ 5 മണീൻ്റെ ഉള്ളിൽ കണി കാണണം. ഇപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ കിടക്കും. അങ്ങനെ ഇപ്പോൾ എന്ത് പറഞ്ഞതാ, സ്വർണം വെച്ചിട്ടുണ്ട്, വെള്ളി വെച്ചിട്ടുണ്ട്, വെറ്റില, അടക്ക, പിന്നെ കുറച്ച് ഫ്രൂട്ട്സുകൾ, തർക്കാരികൾ, പിന്നെ നവധാന്യം, പിന്നെ കൊന്നപ്പൂ. ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി 11:45 കണിയൊക്കെ ഒരുക്കി വെച്ചു. അങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ താഴെ പായിട്ട് അവിടെ കിടന്നു. ചൂടുമല്ലേ, അപ്പോൾ അങ്ങനെ അവിടെ കിടന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എണിച്ച് അങ്ങനെ തന്നെ കണി കണ്ടിട്ട് ഒന്ന് കുളിച്ചിട്ട് ഫ്രഷായിട്ട് വന്ന് ഒരു അച്ഛനും മോളിനും വിളക്കെല്ലാം കത്തിച്ചിട്ട് പിന്നെ അച്ഛനും മോളിനെ എണിപ്പിക്കാമെന്നാണ്. അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു ഫ്രഷായിട്ടായി. ഇനി ഞാൻ വിളക്ക് കത്തിച്ച് പൂജയൊക്കെ ചെയ്ത് അച്ഛനും മോളിനെ എണിപ്പിക്കുള്ളൂ. ഇപ്പോൾ സമയം 4 മണി ആയിട്ടേ ഉള്ളൂ. 5 മണീൻ്റെ ഉള്ളിൽ ഞങ്ങൾ കണി കാണണം. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടു. അപ്പോൾ ഇനി അച്ഛനും മോളും വിളക്കെല്ലാം കത്തിച്ച് പൂജയാക്കി പിന്നെ ഞാൻ അവരെ എണിപ്പിക്കാമെന്നാണ്. ഇപ്പോൾ ഞാൻ പൂജയാക്കുക.
മോനി മോനി എണി 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 കണി കാണാ എണി എണിച്ചു വാ മോനി ടൈമായി 5 മണിയുടെ ഉള്ളിൽ കണി കാണണോ കണ്ടു മൂടിയിട്ട് എണിച്ചു വാ ഏയ് എണിക്കുന്നു ഓയ് ഓയ് എനിക്ക് കണി കാണണ്ടേ ഓയ് അച്ഛനെ വിളിക്ക് തൊയ്ക്ക് മനസ്സാ അച്ഛനെ ഞാൻ വിളിക്കുന്നു വിളിക്ക് കണി കണ്ടിട്ട് കിടന്നോ എണി അവിടുന്ന് എണിച്ചത് നോക്കിയാൽ പോരെ അതിനിവിടെ താഴെ കിടന്നിട്ട് എണി എണി ടൈമായി നോക്കിയിട്ട് കിടന്നോ എണിപ്പിക്കച്ഛനെ കണി കണ്ടിട്ട് കിടക്കട്ടെ നോക്കിയിട്ട് കിടക്കി എണിച്ചിട്ട് തൊയ്ക്ക് ഹായ് എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവർക്കും ഒരു ഇത് നിറഞ്ഞ ഹാപ്പി വിഷു കൈ നീട്ടോ കഴിഞ്ഞിട്ട് കിട്ടി ഇങ്ങോട്ട് അച്ഛൻ അങ്ങനെ തരുന്നത് ഇതിന് വരെ പൈസ വെച്ചിട്ടാ അങ്ങനെ തരണത് സ്വാമി ബെറ്റിലൊക്കെ സെറ്റ് പിടിക്ക് ബെറ്റിലിന്റെ മേലെ പൈസ വെച്ച് തരണം എനിക്ക് അറിയില്ല എന്ത് മോനി ഞങ്ങൾ കൊടുത്ത അച്ഛനക്ക് അങ്ങനെ കൈ നീട്ട് 500 കിട്ടി നീ മോനിച്ച കൊടുക്ക് അച്ഛക്ക് ഇപ്പൊ കൊടുത്തിട്ട് അച്ഛൻ്റെ കാല് പിടിക്കണം വന്നോട്ടെ 500 വന്നോട്ടെ കുറയ്ക്കണ്ട കഴിഞ്ഞിട്ടോ അപ്പൊ 1000 ആയി ഈ ആഴ്ച രക്ഷപ്പെട്ടു കേട്ടാ എനിക്ക് തമ്മ കഴിഞ്ഞിട്ട് അപ്പൊ മോനിക്ക് 2000 ആയാ അമ്മക്കിനെ കൊടുക്കണ്ടേ
എല്ലാവർക്കും നല്ലൊരു പൈസ ഇന്ന്. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. താങ്ക് യു മോളെ. വലിയ കാര്യം മുണ്ടിൽ കിട്ടുന്നു. ഏട്ടച്ചനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഞാൻ ഉണ്ടിയിലെങ്കിലും വന്നു വന്നു കുടിക്കും. ലൈറ്റിടപ്പ വെളിച്ചം കിട്ടട്ടെ. ചിൽഡ്രൻ ഓടി കളയുന്നുണ്ട്. വിളിക്കുന്നായിരുന്നു. വീണതെല്ലാം പെറുക്കിക്കോ. എന്നാ മനി നാളെ കുഞ്ഞാവിടെ പോയി. കുഞ്ഞാനോട് പോയി. പാല് മേടിക്കാൻ. പാല് കുടിക്കാൻ. ഇതെവിടെ? ഞാൻ വെച്ചേ ഏട്ടച്ചനക്ക് കൊടുക്കണമായിരുന്നല്ലോ. ഏട്ടച്ചന് മുട്ട വരും. വലിയവരെല്ലാം ചെറിയവർക്ക് കൊടുക്കണം. സാരല്ല, ഏട്ടച്ചൻ്റെ പണിയില്ലല്ലോ. നമ്മൾ കൊടുക്കാം. അല്ല, പണിയൊന്നും ഇല്ലല്ലോ, നമ്മൾ കൊടുക്കണ്ടേ. അതല്ല അമ്പലത്തിൽ പോകാണ്ട് ഇങ്ങോട്ട് ഓടി വന്നേ. അതാണ് കനിന്ന് പറയുമ്പോ അത്രേ ഉള്ളൂ. അത് മതി. ഏട്ടച്ചനൊന്ന് വിളിച്ച് വീട്ടിലെടുക്കാം. അല്ല ഞാൻ അങ്ങോട്ട് തരാൻ എന്തെല്ലാം അമ്മ. കനിന്ന് പറയുമ്പോ കോയനാണ്. അത് മോനെ വിളിച്ചിട്ട് വരും. എല്ലാ കൊല്ലവും ഇതുപോലെ എല്ലാരും നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എടുത്തു ഏട്ടച്ച അനുഗ്രഹിക്കണ അങ്ങനെ കുഞ്ഞുമോനെ. തീർന്നല്ലോ. ഏതാ പൈസ വാപ്പസ് കണ്ട ഞാൻ ഇതൊരു 2 പേരുടെ മതിയപ്പോ. ബെറ്റിലാടെ വെച്ച നമ്മുടെ വരുന്ന കൊല്ല വിഷുവിന് ഇതേപോലെ എല്ലാരും ഉണ്ടാവും. ഇത്ര നേരം പിടിച്ചിട്ടില്ല, സത്യം പിടിച്ചിട്ടില്ല. ഇപ്പൊ ആയാക്കി നോക്ക് ഹർഷാദ്. അതാ ഇപ്പൊ വെളുത്തൊരു കണ്ണുണ്ട്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്വീറ്റ്സെല്ലാം കഴിഞ്ഞു. ഉച്ചത്തെ സദ്യ എല്ലാം കഴിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് വല്യച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവര് വിളിച്ചോണ്ടുണ്ട്. അപ്പൊ അങ്ങനെ പോയിട്ട് അവിടെ പോയിട്ട് ഇനി അവിടുത്തെ സ്പെഷ്യൽ എന്താ സ്പെഷ്യൽ എന്നല്ല നമുക്ക് പോയി കാണാം. എന്താ വിഷുവിന് എന്തെല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി എന്നല്ല നമുക്ക് പോയിട്ട് കാണാം. അപ്പോൾ
അവിടെ പോയിട്ട് അങ്ങോട്ട് പോകാണ്. അവിടെ പോയിട്ട് ഇനി കാണാം. വെല്ലിച്ച അതെയാ ഓ നല്ല നല്ല എനക്ക് വേണോ പിന്നെ എന്ത് വേണ്ട ചോദിക്കണേ ഇത് ഞങ്ങളുടെ വെല്ലച്ചിൻ്റെ അവിടെ വെച്ച കണിയാണ്. വലിയ സാധനമെല്ലാം എടുത്ത് മാറ്റി. നോക്ക് നമ്മുടെ കൃഷ്ണനെ. സജി ചേട്ടായി ഇവിടെ ഹായ്. കാണില്ല, ഭയങ്കര വെളിച്ചായിട്ട് പോകാൻ കാണില്ല. അക്ക ഹായ് മടി. ഇത് ഞങ്ങളുടെ സജാട്ടിന്റെ പെണ്ണ് വൈഫ്. വിളിച്ചോമ്മ. എന്റെ 2 ഏട്ടന്മാര് വെല്ലിച്ചന്റെ. ഒന്നിങ്ങോട്ട് തിരി പ്രതീക്ഷട്ടെ, ഈ വേണം വെച്ച് തിരിട നോക്ക്. അല്ലടി ആ കുറുക്കനെ മാത്രം ഇങ്ങോട്ടൊന്ന് കാട്ട്. മുഖം അതിന്റെ വയസ്സായ ഇതേ കുറുക്ക ഇങ്ങോട്ട് നോക്ക്. പല്ല് നോക്ക്, വയസ്സായി പോയി നമ്മുടെ കുറുക്കൻ. ഇത് പല്ലെന്താ ഇങ്ങനെ? അയക്ക് വയസ്സായിട്ട് വയസ്സായ പല്ലിങ്ങനെ ആകുമോ പട്ടിന്റെ? ഇങ്ങോട്ട് നോക്ക് കുറുക്ക. അങ്ങോട്ട് കേറണ്ടേ കുറുക്ക ഇങ്ങോട്ട് എണിക്കടി. വെല്ലിച്ചന്റെ അങ്ങോട്ട് അങ്ങനെ ബൈ ചേച്ചി. പോണ് വെല്ലുമ്മ. ചേച്ചാ നിൽക്ക വെല്ലിച്ച ചേച്ചാ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ. നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം.